ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ലോകോത്തരമാണെന്ന് ഉറപ്പിക്കേണ്ട സമയമായെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമെന്ന പ്രതിജ്ഞയെടുക്കാനും ആഹ്വാനം. കോവിഡ് കാലത്ത് അധ്യാപകർ സ്വീകരിച്ച നൂതന രീതികളും തയ്യാറാക്കിയ പഠന സാമഗ്രികളും അമൂല്യമെന്ന് പ്രധാനമന്ത്രി. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും മോചനം നേടണമെന്നും നരേന്ദ്രമോദി. മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം കോഴിക്കോട് ജില്ലയിൽ. വിവിധ തലങ്ങളിലുള്ള വ്യക്തിത്വങ്ങളുമായി കൂടിക്കാഴ്ച. പാലക്കാട് തേങ്കുറിശ്ശിയിലെ ദുരഭിമാന കൊലയിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തെളിവെടുപ്പ് തുടരുന്നു. മെൽബൺ ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. അജിങ്ക്യ രഹാനെയ്ക്ക് സെഞ്ചുറി. വാർത്തകൾ വിശദമായി. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ലോകോത്തരമാണെന്ന് ഉറപ്പിക്കേണ്ട സമയമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 72ാം ലക്കത്തിൽ ജനങ്ങളുമായി തന്റെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. जीरो इफेक्ट जीरो डिफेक्ट की सोच के साथ काम करने का यह उचित समय है। मैं देश के मैन्युफैक्चरर्स और इंडस्ट्री लीडर्स से आग्रह करता हूं, देश के लोगों ने मजबूत कदम उठाया है, मजबूत कदम आगे बढ़ाया है। वोकल फॉर लोकल ये आज घर घर में गूंज रहा है। ऐसे में अब यह सुनिश्चित करने का समय है कि हमारे प्रोडक्ट्स विश्व स्तरीय हो। जो भी ग्लोबल बेस्ट हैं वो हम भारत में बनाकर दिखाएं। इसके लिए हमारे उद्यमी साथियों को आगे आना है, स्टार्टअप्स को भी आगे आना है. ലോകോത്തരമായ എന്തും നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കി കാണിക്കണം. ഇതിനായി നമ്മുടെ സംരംഭകരും സ്റ്റാർട്ടപ്സും മുന്നോട്ട് വരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഇന്ത്യൻ നിർമ്മിത ബദലുകൾ ഏതാണെന്ന് മനസ്സിലാക്കി അത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കണമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇത് ഒരു പുതുവർഷ പ്രതിജ്ഞയായി നമ്മുടെ നാടിനു വേണ്ടി മുന്നോട്ട് വരണം. രാജ്യത്ത് കോവിഡ് പ്രതിസന്ധിയിൽ നമ്മുടെ അധ്യാപകർ സ്വീകരിച്ചിരുന്ന നൂതനമായ രീതികളും അവർ തയ്യാറാക്കിയ പഠന സാമഗ്രികളും അമൂല്യമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ കോഴ്സ് മെറ്റീരിയൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ദീക്ഷ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് അധ്യാപകരോട് അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ വിദൂര പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് പ്രയോജനപ്രദമാകും. देश भर में कोरोना के समय में टीचर्स ने जो इनोवेटिव तरीके अपनाए, जो कोर्स मटेरियल क्रिएटिविटी तैयार किया है, वो ऑनलाइन पढ़ाई के इस दौर में अमूल्य है. मेरा सभी टीचर से आग्रह है कि वो इन कोर्स मटेरियल को शिक्षा मंत्रालय के दीक्षा पोर्टल पर जरूर अपलोड करें. इससे देश के दूर दराज वाले इलाकों में रह रहे छात्र छात्राओं को काफी लाभ होगा. നമ്മുടെ രാജ്യത്തെ യുവാക്കളിൽ എന്തും ചെയ്യാൻ കഴിയും എന്ന സമീപനവും എന്തും ചെയ്യാമെന്ന ആവേശവും ഉള്ളതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഒന്നും അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്തല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ മിക്ക സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് മധ്യഭാരതത്തിൽ പുള്ളിപ്പുലികളുടെ സംഖ്യ വർദ്ധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. 2014 നാട്ടിൽ പുലികളുടെ എണ്ണം ഏകദേശം 7900 ആയിരുന്നു. 2019 ഇവയുടെ സംഖ്യ വർദ്ധിച്ച് 12852 ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മധ്യപ്രദേശും കർണാടകവും മഹാരാഷ്ട്രയുമാണ് മുന്നിൽ. ഇത് വളരെ വലിയ നേട്ടമാണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. ഡൽഹിയിലും രാജ്യത്തെ മറ്റ് നഗരങ്ങളിലും കൊടും തണുപ്പിനിടയിലും തെരുവിലെ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനായി ധാരാളം ആളുകൾ അനേകം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ഇത് പ്രശംസനീയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതുവർഷത്തിൽ മാലിന്യങ്ങൾ ബീച്ചുകളും പർവ്വതങ്ങളും അടക്കമുള്ള പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുക്കണമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ആഹ്വാനം ചെയ്തു. ശുചിത്വ ഭാരത യജ്ഞത്തിന്റെ ആദ്യ തീരുമാനം ഇതുതന്നെയാണ്. ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും നാം മോചനം നേടണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് പുതുവർഷ ആശംസകൾ നേർന്നാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിലെ ഇന്നത്തെ ഭാഗം ഉപസംഹരിച്ചത്. അടുത്ത വർഷം ജനുവരിയിൽ വ്യത്യസ്ത വിഷയങ്ങളുമായി മൻ കി ബാത്ത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. हमें ये संकल्प भी लेना चाहिए कि हम कचरा फैलाएंगे ही नहीं. आखिर स्वच्छ भारत अभियान का भी तो पहला संकल्प यही है. हाँ, एक और बात मैं आपको याद दिलाना चाहता हूँ. कोरोना की वजह से इस साल इसकी चर्चा उतनी हो नहीं पाई है. हमें देश को सिंगल यूज प्लास्टिक से मुक्त करना ही है. ये भी 2021 के संकल्पों में से एक है.
സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ആവശ്യമായ പദ്ധതി ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാവുമെന്ന് ധനമന്ത്രി ടി.എം. തോമസ് ഐസക്. സമ്പദ് വ്യവസ്ഥയെ കോവിഡിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറ്റുന്നതിന് ജനുവരി 15-ന് അവതരിപ്പിക്കുന്ന ഇത്തവണത്തെ ബജറ്റിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാവുമെന്നും മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ക്രൈസ്തവ സഭകൾക്കിടയിലെ തർക്ക പരിഹാരത്തിന് നാളെ ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. മറ്റന്നാൾ യാക്കോബായ സഭാ പ്രതിനിധികളുമായും ചർച്ച ഉണ്ടാകും. മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ ഇടപെടലിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. മുഖ്യമന്ത്രിയുടെ കേരള പര്യടനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാതല പരിപാടി കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ജില്ലയിലെ വിവിധ തലങ്ങളിലുള്ള വ്യക്തിത്വങ്ങളുമായുള്ള കൂടിക്കാഴ്ച ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ആകാശവാണി പ്രതിനിധി നസീർ ബാബു. ഭാവി കേരളത്തെ സംബന്ധിച്ച് കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ കേരള പര്യടന പരിപാടി കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നത്. പ്രമുഖ വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചയാണ് ആരംഭിച്ചത്. രാവിലെ 10:30 ആരംഭിച്ച പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. മന്ത്രിമാരായ E ചന്ദ്രശേഖരൻ, TP രാമകൃഷ്ണൻ, ഇളമരങ്കരി MP, ജില്ലയിലെ MLA മാർ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, വ്യാപാര പ്രമുഖർ, മതസാമൂഹിക രംഗത്തെ വ്യക്തികൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. പാലക്കാട് തേങ്കുറിശ്ശിയിലെ ദുരഭിമാന കൊലയിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട അനീഷിന്റെ ഭാര്യ ഹരിതയുടെ അച്ഛൻ പ്രഭുകുമാർ, അമ്മാവൻ സുരേഷ് എന്നിവർക്കെതിരെ കൊലക്കുറ്റത്തിനാണ് കേസെടുത്തത്. കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഉത്തരവിറക്കി. ഇവരുടെ തെളിവെടുപ്പ് തുടരുകയാണ്. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 95.82% ഉയർന്നു. ചികിത്സയിലുള്ളത് 2,78,690 പേർ മാത്രമാണ്. ഇന്നലെ 21,000-ലധികം പേർ കോവിഡ് മുക്തരായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 97,61,000 പിന്നിട്ടു. കേരളത്തിൽ ഇന്നലെ 3,527 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. ആകെ മരണസംഖ്യ 2,951 ആണ്. 63,752 പേരാണ് സംസ്ഥാനത്ത് ഇനി ചികിത്സയിലുള്ളത്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 8,72,000 കടന്നു. 5,69,00,000-ലേറെ പേർ രോഗമുക്തരായി. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 17,64,000 കടന്നു. ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് യൂറോപ്പിലെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനിലും ഫ്രാൻസിലുമാണ് വകഭേദം സംഭവിച്ച തരത്തിലുള്ള കോവിഡ് കേസുകൾ പുതുതായി കണ്ടെത്തിയിരിക്കുന്നത്. സ്പെയിൻ തലസ്ഥാനമായ മാഡ്രിഡിൽ UK-യിൽ നിന്നെത്തിയ യാത്രികന്റെ ബന്ധുക്കളിൽ പുതിയ വൈറസ് സ്ഥിരീകരിച്ചു. സ്വിറ്റ്സർലാൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും നേരത്തെ പുതിയ വൈറസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. CBSE ബോർഡ് പരീക്ഷകളുടെ തീയതി ഡിസംബർ 31-ന് പ്രഖ്യാപിക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. മെൽബണിൽ നടക്കുന്ന ഓസ്ട്രേലിയയ്ക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 1ാം ഇന്നിംഗ്സ് ലീഡ്. സെഞ്ചുറിയുമായി ക്രീസിലുള്ള ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയുടെ മികവിലാണ് ഇന്ത്യ ലീഡ് പിന്നിട്ടത്. രഹാനെ 104 റൺസുമായി ക്രീസിലുണ്ട്. ഇന്ത്യയുടെ ലീഡ് 82 റൺസ് കടന്നു. 2ാം ദിനം ശുഭ്മാൻ ഗിൽ, ചേതേശ്വർ പൂജാര, ഹനുമ വിഹാരി, ഋഷഭ് പന്ത് എന്നിവരുടെ വിക്കറ്റുകൾ ഇന്ത്യയ്ക്ക് നഷ്ടമായി. 2ാം ദിനം ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 36 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ബാറ്റിംഗ് ആരംഭിച്ചത്. ISL-ൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FC-യെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ആദ്യ ജയം മോഹിച്ചാണ് കേരളം ഇന്നിറങ്ങുന്നത്. 3 പോയിന്റുള്ള ടീം 9ാം സ്ഥാനത്താണ്. ഹൈദരാബാദ് 7ാം സ്ഥാനത്തുമാണ്. 41 ദിവസത്തെ മണ്ഡലകാല പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നലെ അടച്ചു. മകരവിളക്ക് ഉത്സവത്തിനായി ഈ മാസം 30-ന് വൈകിട്ട് 5 മണിക്ക് വീണ്ടും നട തുറക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ലോകോത്തരമാണെന്ന് ഉറപ്പിക്കേണ്ട സമയമായെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമെന്ന പ്രതിജ്ഞയെടുക്കാനും ആഹ്വാനം. കോവിഡ് കാലത്ത് അധ്യാപകർ സ്വീകരിച്ച നൂതന രീതികളും തയ്യാറാക്കിയ പഠന സാമഗ്രികളും അമൂല്യമെന്ന് പ്രധാനമന്ത്രി. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും മോചനം നേടണമെന്നും നരേന്ദ്രമോദി. മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം കോഴിക്കോട് ജില്ലയിൽ. വിവിധ തലങ്ങളിലുള്ള വ്യക്തിത്വങ്ങളുമായി കൂടിക്കാഴ്ച.
പാലക്കാട് തേങ്കുറിശ്ശിയിലെ ദുരഭിമാന കൊലയിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തെളിവെടുപ്പ് തുടരുന്നു. മെൽബൺ ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 1-ാം ഇന്നിംഗ്സ് ലീഡ്. അജിങ്ക്യ രഹാനെയ്ക്ക് സെഞ്ചുറി. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.